ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കം. DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കും. ഫലം 2 ദിവസത്തിനകം. മൃതദേഹം വെള്ളിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 27 വരെ കാർവാർ മെഡിക്കൽ ആശുപത്രിയിൽ സൂക്ഷിക്കും. ഷിരൂരിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരും. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ആഭ്യന്തര സെക്രട്ടറി ഇന്ന് നിലപാട് അറിയിക്കും. തുടരന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ആകാംക്ഷ. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPക്കെതിരെ നടപടിയെടുക്കാതെയുള്ള അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷം. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന അന്വേഷണ സംഘം. തീരുമാനം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സിദ്ദിഖിനായി സുപ്രീം കോടതിയിൽ ഹാജരാകുക മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ഇന്ന് കേരളത്തിൽ. പരാതിക്കാരുടെ മൊഴിയെടുക്കും. നീക്കം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടുള്ള നോട്ടീസിന് സംസ്ഥാനം മറുപടി നൽകാത്തതിനെ തുടർന്ന്. ലെബനനിൽ കരയുദ്ധം തുടർന്ന് ഇസ്രയേൽ. വ്യോമാക്രമണം കരയുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമെന്ന് ഇസ്രയേൽ സൈനിക മേധാവി. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 72 പേർ കൊല്ലപ്പെട്ടു, 400 പേർക്ക് പരിക്ക്. മേഖലയിൽ വെടിനിർത്തലിന് ശ്രമവുമായി ഫ്രാൻസും അമേരിക്കയും.